നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഫോക്സ് വാഗണിൻ്റെ ഏറ്റവും പുതിയ ഒരു 7 സീറ്റർ വാഹനമാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേര് ടൈറോൺ എന്നാണ്. ഞാനിപ്പോൾ ടൈറോണുമായിട്ട് നിൽക്കുന്നത് ജയ്സാൽമീറിലാണ്, രാജസ്ഥാനിൽ. നമ്മൾ ഏതാണ്ട് 3-4 ആഴ്ച മുമ്പാണ് ഇവിടെ മഹീന്ദ്രയുടെ 7 എക്സോ അല്ലേ, 7 എക്സോയുമായിട്ട് ഇവിടെ വന്നത്. അന്ന് കാര്യമായ തണുപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ തണുപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ തണുപ്പത്ത് വളരെ ചൂടായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഫോക്സ് വാഗണ് കുറച്ച് കാലമായിട്ട് 7 സീറ്റർ വാഹനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 2021 നിർമ്മാണം നിലച്ച ടിഗുവാൻ ഓൾ സ്പേസ് ആയിരുന്നു ഫോക്സ് വാഗണിൻ്റെ ഇന്ത്യയിലെ അവസാനത്തെ 7 സീറ്റർ വാഹനം. ഇപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ടൈറോൺ വന്നിരിക്കുന്നത്. ടൈറോൺ എന്നുള്ള ഈ പേര് 2018 മുതലുണ്ട്. കാരണം ചൈനയിലായിരുന്നു ഫോക്സ് വാഗൺ ഈ ടൈറോൺ എന്നുള്ള പേര് ആദ്യമായിട്ട് 2018 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ വന്നു. ഇപ്പോൾ അതിൻ്റെ തേർഡ് ജനറേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാവുന്നത് ഇതിനൊരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. കാരണം ഫോക്സ് വാഗൺ ഗ്രൂപ്പ് ഡീസലിനെ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ടിഗുവാൻ ഓൾ സ്പേസ് ആണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു 7 സീറ്റർ വാഹനമെങ്കിലും ഈ വാഹനം പിന്തുടരുന്ന എന്താ പറയുക ഒരു വംശം എന്ന് പറയുന്നത് ടിഗുവാൻ്റെ ആർലൈൻ എന്ന് പറയുന്ന പഴയൊരു 5 സീറ്റർ മോഡലാണ്. കാരണം ഈ വാഹനവും ആർലൈനാണ്. ആർലൈൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ഈ വാഹനം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ടിഗുവാൻ്റെ ആർലൈനുമായിട്ടാണ്. എന്തായാലും ഫോക്സ് വാഗൺ ഒരു പക്ക യൂറോപ്യൻ വാഹനം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. യൂറോപ്യൻ ഭംഗിയും യൂറോപ്യൻ ആ ഒരു പ്രൗഢിയും എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നൊരു വാഹനമാണിത്. ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങൾ നമുക്ക് കാഴ്ച തന്നെ തോന്നുന്ന ആ ഒരു സേഫ്റ്റി ഫീൽ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും തരാവുന്ന ഒരു വാഹനം തന്നെയാണിത്. എന്തായിരിക്കും ഇതിൻ്റെ വില എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോർച്യൂണറൊക്കെ ആയിട്ടായിരിക്കും ഈ വാഹനം മത്സരിക്കാൻ പോവുക. പക്ഷേ ആ ഒരു വാഹനത്തിനൊക്കെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ, അതിനൊരു ഡീസൽ എഞ്ചിൻ ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിന് പക്ഷേ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ജയ്സാൽമീറിലേക്ക് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കമ്പനി നമുക്ക് തന്നിട്ടില്ല. അതെല്ലാം രാത്രി നടക്കുന്ന പ്രൊഡക്റ്റ് ബ്രീഫിങ്ങിലായിരിക്കും തരാൻ പോവുക. എങ്കിൽ പോലും മനസ്സിലായത് വെച്ച് 2789 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളൊരു വാഹനമാണിത്. അതായത് ടിഗുവാൻ്റെ ആർലൈൻ എന്ന മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 109 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലുണ്ട്. അതായത് ഇഷ്ടംപോലെ വീൽ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഉൾഭാഗ സ്ഥലം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് അടുത്ത് കാണാം. കാരണം ഇതിൻ്റെ വളരെ വിശദമായൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നിങ്ങൾ 4-ാം തീയതി കാണുന്നുണ്ട്. നാളെ ഇതിൻ്റെ ഷൂട്ടാണ്. ഇപ്പോൾ നമ്മളൊരു വോക്ക് ഔട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മളെ ആദ്യം ആകർഷിക്കുക ഇതിൻ്റെ ഒരു മെട്രിക്സ് LED ഹെഡ്ലാമ്പാണ്. മെട്രിക്സ് LED ഹെഡ്ലാമ്പ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഹെഡ്ലാമ്പാണ്. അത് ഫോക്സ് വാഗണിൻ്റെ ഒരു സിഗ്നേച്ചർ ഹെഡ്ലാമ്പ് കൂടിയാണ്. അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നല്ല ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ്, അത് ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ ഒരു നീണ്ട LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഫോക്സ് വാഗൺ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ബമ്പറിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എയർഡാമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതാണ് ഈ കാണുന്നത്. അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സെൻസേഴ്സും ക്യാമറകളും ഒക്കെ എല്ലാ സ്ഥലത്തും തന്നെ കാണാൻ സാധിക്കും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഭാഗമാണ്. ഇവിടെ ഒരു പക്ഷേ എയർ സ്കൂപ്പാണ്, നന്നായിട്ട് എയർ ഫ്ലോ സംഭവിക്കാവുന്ന ഒരു എയർ സ്കൂപ്പാണ് ആ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് വീണ്ടും ഒരു വലിയ എയർ ഡാം കൊടുത്തിരിക്കുന്നു. അത് ഓപ്പൺ തന്നെയാണ്. താഴെയായിട്ടൊരു സ്കിഡ് പ്ലേറ്റ് പോലൊരു ഭാഗമുണ്ട്. അതിനും ഈ ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അതിലും വളരെ ബോൾഡ് ലുക്കിംഗ് ഒരു വാഹനം തന്നെയാണിത്. ഇവിടെ ഈ കാണുന്ന പോലെ വളരെ പവർഫുള്ളായിട്ടുള്ള ബോണറ്റ് ലൈനും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി അറിയാൻ സാധിക്കുള്ളൂ. അതൊക്കെ 4-ാം തീയതി ഞാൻ വിശദമായിട്ട് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ പറയാൻ സാധിക്കുള്ളൂ. മുൻഭാഗം ഏതായാലും ഗംഭീരമെന്നാണ് പറയേണ്ടത്. സൈഡ് പ്രൊഫൈൽ വളരെ വലിയൊരു വീലാർച്ചാണ്. അതായത് അതിൻ്റെ വീതി നോക്കിയാൽ വളരെ വിശാലമായ ഒരു വീലാർച്ച് അതിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കാണുന്ന പോലെ തന്നെ അത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 19 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ വളരെ ബോൾഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു അലോയ് വീലാണ് കാണുന്നത്. അതിന് സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഫോക്സ് വാഗണിൻ്റെ ലോഗോയും ഉണ്ട്. ഇവിടെ ആർലൈൻ്റെ ആ ഒരു ലോഗോയാണ് ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോഡി കളേർഡ് തന്നെയാണ്. സൈഡ് വ്യൂ മിറേഴ്സ്, അതിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടാണെങ്കിലും ക്ലാഡിങ് അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ഒരു സെപ്പറേഷൻ പോലെ നമുക്ക് അവിടെ തോന്നുന്നൊരു ഭാഗമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഡോർ ഹാൻഡിലും എല്ലാം തന്നെ ബോഡി ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. ബോൾഡായിട്ടുള്ള സൈഡ് ലൈനുകളും ബോഡി ലൈനുകളും എല്ലാം തന്നെ ഉണ്ട്. വശ കാഴ്ചയിലാണ് നമുക്ക് എത്രത്തോളം വലിയൊരു വാഹനമാണ് ഇതെന്ന് മനസ്സിലാകുക. എന്തായാലും കോർണർ ഗ്ലാസിൻ്റെ ഭാഗത്തും അത്യാവശ്യം വലിയൊരു കോർണർ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. പറയാം 7 സീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ അത് ആവശ്യമാണ്. എന്തായാലും ഇവിടെ ഈ ഒരു ഭാഗം വരേക്കുള്ള ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ബോൾഡാണ്. അതിനുശേഷവും നല്ല ഭംഗിയുള്ള ഒരു പിൻഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത്. പിൻഭാഗം വളരെ മനോഹരമാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു സ്ലോ ഹങ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ളൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. നീണ്ട ഒരു LED ലൈറ്റ് നമുക്ക് ഈ ഭാഗത്തും കാണാം. നല്ല ഭംഗിയുള്ള എലമെൻസാണ് ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്ത് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തും എല്ലാം തന്നെ. ഇവിടെ ഈ ആ ഒരു ലോഗോ ഇപ്പോൾ റെഡായിട്ട് മാറിയിട്ടുണ്ട്, കാരണം ബ്രേക്ക് ഓണാണ്. ഇവിടെയായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് ഇതിൻ്റെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ടൈറോൺ എന്നുള്ള ബാഡ്ജിങ്, ഈ ടീയിലൊക്കെ കൈവശം കൊടുത്തിരിക്കാൻ തോന്നുന്നു. ഫോക്സോ ആണ്, ടിഗുവാൻ, ടൈഗൂൺ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ വിഷമിപ്പിക്കുന്ന പേരുകൾ തുടരുകയാണ്. ടൈറോൺ എന്നുള്ള പേരാണ് ഇവിടെ കാണുന്നത്. കുഷാക്ക് പോലെ സ്കോഡയ്ക്ക് കുറേ കെയും ഉണ്ട്, ഇവർക്ക് കുറേ ടിയും ഉണ്ട്. ടിയും കെയും വെച്ചുള്ള കളിയാണ് മൊത്തം. ഇവിടെയും ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല
നല്ല ഒരു നിലവാരം തോന്നുന്നുണ്ട് ഓരോ ഇഞ്ചിലും എന്നാണ് പറയേണ്ടത്. താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലൊരു ഭാഗം സ്കിഡ് പ്ലേറ്റ് എന്ന് വിളിക്കാനാവില്ല. ഏതായാലും പിൻഭാഗം വളരെ മനോഹരം തന്നെയാണ് പറയേണ്ടത്. അവിടെ നമുക്ക് ഷാർഫിൻ ആൻറ്റിനയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സ്പോയിലർ, പിന്നെ ഇവിടെ ഡീഫോഗർ, പിന്നെ ഒരു സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ല മുൻഭാഗത്ത് കാണുന്ന അത്രയും ഗൗരവമല്ല പിൻഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ഡിസൈൻ ഒന്ന് മൈൽഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട്. എപ്പോഴും എസ് യു വികളുടെ പിൻഭാഗമാണ് ഈ ഒരു ഡിസൈനിങ്ങിൽ പിഴയ്ക്കുന്നതെന്ന് പറയാം. പക്ഷേ ഇത് പിഴയ്ക്കാത്ത രീതിയിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും വളരെ ഗംഭീരമായ ഒരു വാഹനം തന്നെയാണ് കാഴ്ചയിൽ. തീർച്ചയായിട്ടും ഫോക്സ്വാഗണിൻ്റെ ഏതൊരു വാഹനം പോലെ തന്നെ വളരെ ബോൾഡ് ലുക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കിയാലും വളരെ ഭംഗിയുള്ളതാണ്. ഉൾഭാഗം ഇതിനേക്കാളൊക്കെ ഭംഗിയുള്ളതാണ്. ഉൾഭാഗത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഫോക്സ്വാഗണിൻ്റെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം ഗംഭീരമാണ്. ഇതിൻ്റെ കാര്യത്തിൽ മോശമല്ല. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ ഒന്ന് കാണാം. അപ്പോൾ ജയ്സാൽമീറിലെ താജ് ഹോട്ടലിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. 6-7 വണ്ടികളുണ്ട്. എല്ലാവരും ഓരോരുത്തരുടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് പിൻഭാഗം കാണുന്ന എല്ലാം തന്നെ ടയറോൺ തന്നെയായിരിക്കും. എനിക്കതിൽ ടയറോണിൻ്റെ ഉൾഭാഗം വളരെ ഇഷ്ടപ്പെട്ടു. അതിന് കാരണം പ്രാഥമികമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ബ്ലാക്കിൻ്റെ ഒരു ആരാധകനാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഗംഭീരമായ ഇൻറ്റീരിയറാണ്. ഫുൾ ബ്ലാക്ക് ആണെങ്കിലും ഉൾഭാഗത്ത് ബ്ലാക്ക് അല്ലാതെ കാണാവുന്നത് ഈ കാണുന്ന ഒരു സ്റ്റീൽ ഫിനിഷ് മാത്രമാണ്. അതിൻ്റെ താഴെയായിട്ട് നീല വരയും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്. 30 കളർ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഇഷ്ടംപോലെ കളേഴ്സ് കാണും. പക്ഷേ സന്ധ്യയിലേ അറിയാൻ പറ്റും. പിന്നെ സന്ധ്യയായി വെളി ഇറങ്ങാനും പറ്റും. ഇപ്പോഴും ഇവിടെ 7 ഡിഗ്രിയാണെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് സന്ധ്യയായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അകത്ത് ഇരിക്കുന്ന പരിപാടിയായിരിക്കും പൊതുവെ. എന്തായാലും 15 ഇഞ്ചിൻ്റെ ഒരു വമ്പൻ സ്ക്രീൻ. അതൊക്കെ ഈ പഴയതല്ല കേട്ടോ. MGയുടെ ഒക്കെ ആദ്യത്തെ വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ട് ഞെട്ടിച്ച പോലെ ഒരു വലിയ വമ്പൻ ഒരു സ്ക്രീനാണ് 15 ഇഞ്ചിൻ്റെ ഉൾഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ ഈ വണ്ടി കണ്ടതേ ഉള്ളൂ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. ടെലിഫോൺ, റേഡിയോ, നാവിഗേഷൻ, വെഹിക്കിൾ ആപ്പിൾ കണക്ട്, പാർക്കിങ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ എന്തായാലും വേണമല്ലോ അല്ലേ? അപ്പോൾ അത് നോക്കാം. അത് ഇല്ലെങ്കിൽ നമുക്കൊന്ന് റിവേഴ്സ് ഗിയറിട്ട് നോക്കാം. അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. ഇതാ ഉണ്ട്. ഇഷ്ടംപോലെ പലതരത്തിലുള്ള ആംഗിളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പാർക്ക് അസിസ്റ്റും ഉണ്ട്. നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യണമെങ്കിൽ ഉള്ളൊരു അസിസ്റ്റൻസ് കിട്ടുന്ന സംഭവമുണ്ട്. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വണ്ടി റിവേഴ്സിലാണ്, സോറി. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുണ്ട്. കൂടാതെ ഫ്രണ്ട് സീറ്റുകൾക്ക് വെൻറ്റിലേഷനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ 2 സീറ്റുകൾക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം ഫുൾ ഫ്ലെജ്ഡ് ആണെന്ന് പറയാം. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള എലമെൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. നല്ല ഗ്രാഫിക്സ് ഉള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ 6 എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പില്ലറിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാർമൻ ഗാർഡൻ്റെ ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ട്വീറ്റർ കാണാം. അപ്പോൾ ഹാർമൻ ഗാർഡൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിലെന്നും അങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് കമ്പനി. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ AC വെൻറ്റുകളൊക്കെ ഈ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ ആ മൂലയിലും ഉണ്ട് AC വെൻറ്റ് ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നു. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു വാഹനത്തിൻ്റെ നിലവാരം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഗ്ലോ ബോക്സ് നോക്കിയാൽ മതി. ഗ്ലോ ബോക്സിൻ്റെ ആ ഒരു തുറക്കുമ്പോഴുള്ള സൗണ്ടും അടയ്ക്കുമ്പോഴുള്ള സൗണ്ട്, അതുപോലെ ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം എല്ലാം കൃത്യമുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ 2 ഫോണുകൾ ചാർജ് ചെയ്യാവുന്ന ചാർജിങ് പാഡ്, 2 C ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സാധനങ്ങൾ വയ്ക്കാം. ഇതാണ് കേട്ടോ കീ ഒന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല, അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ വോളിയം കൺട്രോളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് രസമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഗ്രാഫിക്സും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ അത്യാവശ്യം സ്ഥലം കൊടുത്തിരിക്കുന്നു.
ഇതാ ഇവിടെയുണ്ട് കപ്പ് ഹോൾഡേഴ്സ്. ഇത് കപ്പ് ഹോൾഡർ അല്ല കേട്ടോ, സോറിയാ, ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമെന്ന് പറയാൻ പറ്റും. ഇവിടെയുണ്ട് കപ്പ് ഹോൾഡർ. അതുപോലെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് അവിടെ നിന്ന് കൊടുത്തിരിക്കുന്നു. നല്ല ആംറസ്റ്റാണ്. കൂടാതെ നല്ല സീറ്റ് എന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ ലെതർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. പിന്നെ പനോരമിക് സൺ റൂഫ് അങ്ങേ അറ്റം വരെ വരുന്നുണ്ട്. പക്ഷേ തേർഡ് റോ സീറ്റിലേക്ക് ആ ഒരു പ്രയോജനം എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് വെളിയിൽ നിന്ന് അല്ല ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നോക്കട്ടെ. അത്യാവശ്യം വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ സ്റ്റിയറിംഗ് വീലിനുണ്ട്. പിന്നെ മുൻഭാഗത്തും വളരെ വിശാലമായൊരു സ്ക്രീൻ നമുക്ക് ഡ്രൈവറിൻ്റെ ഉപയോഗത്തിനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഗ്രാഫിക്സൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുള്ള ഗ്രാഫിക്സ്. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ സൈൻ ഉണ്ട്, 7 സീറ്റുകൾക്ക് സീറ്റ് ബെൽറ്റ് സൈനൊക്കെ കൊടുത്തിരിക്കുന്നു. മൈലേജ് ഇപ്പോൾ ഇതിൻ്റെ അത് കാണിക്കുന്ന 4.5 km/ലിറ്റർ ആണ്. പക്ഷേ ഇതൊക്കെ പലരും ഓടിച്ചിട്ടിരിക്കുകയായിരിക്കും. നാളെ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം. സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിൽ സ്റ്റിയറിംഗ് വീല് തനത് ഫോക്സ് വാഗൺ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ, വോളിയം കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സ്കോഡ ഫോക്സ് വാഗൺ വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഗിയർ ലിവറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, കാരണം ഗംഭീര പവർഫുൾ എഞ്ചിനായതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ട്. ഈ സൈഡിലൊക്കെ വരുമ്പോൾ ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതെല്ലാം ടച്ച് സ്വിച്ചുകളായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഡോർ ലോക്ക് സ്വിച്ച് ഇവിടെ, സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ സ്വിച്ച് ഇവിടെ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും സീറ്റിൻ്റെ ഹൈറ്റൊക്കെ ഉയർത്തി വയ്ക്കാം. അതുപോലെ സ്റ്റിയറിംഗ് വീലൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് സുഖമായിട്ട് ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തുകയും ചെയ്യാം. എന്തായാലും പിൻഭാഗത്താണ് ഇനി ഇരുന്ന് നോക്കുന്നത്. വാ, അടിപൊളി ഉഗ്രം സീറ്റ് കേട്ടോ, നല്ല രസമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്ലാൻഡ് ചെയ്യാവുന്ന ഒരു പൊസിഷനൊക്കെ കണ്ടെത്താം. എന്നുവെച്ചാൽ ഇവിടം വരെ ഉള്ളൂ കേട്ടോ, ഇവിടം വരെ ഉണ്ട്, മോശമല്ല. പിന്നിലേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 C ടൈപ്പ് ചാർജർ, സാമാന്യം ഉയർന്നു നിൽക്കുന്ന സെൻറ്റർ ടണലുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകാം. ഇവിടെ നല്ലൊരു ആംറസ്റ്റും അതിൽ വലിക്കുക 2 കപ്പ് ചൊടിഞ്ഞു വരുന്നില്ല. 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിരിക്കുന്നു. അതെല്ലാം വളരെ വിശാലമാണെന്ന് തന്നെ പറയാം. പക്ഷേ 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 ഹെഡ് റെസ്റ്റ് എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാം. എന്തായാലും ഓരോ ഇഞ്ചിലും ആ നിർമ്മാണ നിലവാരം അസമ്മാനിക്കാൻ പറ്റില്ല. അത് ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ പൊതു രീതിയാണ്, അത് നമുക്കിവിടെ കാണാം. എനിക്ക് തോന്നുന്നു പിൻഭാഗത്ത് 3-ാം സീറ്റിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് കാണാം. ഇരുന്നൊന്നും കാണുന്നില്ല, കാരണം വെച്ചാൽ നാളെ ഇനി പിന്നെ എന്തോ നിങ്ങളെ കാണിക്കുന്ന ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശദമായ വീഡിയോ വരേണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ഇത് തന്നെയല്ല ചേട്ടാ അന്നും പറഞ്ഞത് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പിൻഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്നില്ല, നമുക്കൊന്ന് തുറന്ന് കാണാം. തേർഡ് റോ സീറ്റ് കണ്ടോ, ഇവിടെ ഹൈറ്റ് കൂടി വരുന്നുണ്ട് പ്ലാറ്റ്ഫോമിന്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ അത്ര സുഖപ്രദമായ സീറ്റായിരിക്കില്ല. എല്ലാ 7 സീറ്ററിൻ്റെ പോലെ തന്നെ അല്പം ഉയർന്ന സീറ്റ് ആയതുകൊണ്ട് തൈ സപ്പോർട്ട് വളരെ കുറവായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായ ടെസ്റ്റ് ഡ്രൈവ് 4-ാം തീയതി വരുമ്പോൾ ബാക്കി വിശദമായി ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു വോക്ക് അറൗണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള കലാശക്കൂട്ടിലേക്ക് കടക്കാം. തുടക്കത്തിൽ ബൂട്ട് സ്പേസ് കാണിക്കാൻ മറന്നുപോയി. ഭീകരമായ മാരകമായ ബൂട്ട് സ്പേസാണ്. തേർഡ് റോ സീറ്റ് മടക്കി വെച്ചാൽ, അതായത് 850 ലിറ്റർ കിട്ടും. പക്ഷേ അല്ലെങ്കിൽ ഇത്രയുണ്ട്. ഇത് മോശമല്ല കേട്ടോ, നമുക്ക് 2-3 വലിയ പെട്ടികളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വിശാലമായ ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സീറ്റ് മറിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ലിവർ പിടിച്ച് വലിച്ചാൽ മതി. അത് ഞാനിപ്പോൾ കാണിക്കില്ല, നാളെ കാണിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ബാക്കി നിൽക്കട്ടെ എന്തായാലും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയാവുന്നത്. ഇനി നമുക്ക് എഞ്ചിനും കൂടെ കണ്ട് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ 204 bhp 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടിഗുവാനിൽ കണ്ടിരുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. ഗംഭീരമായ എഞ്ചിനാണ്. എഞ്ചിൻ നമുക്ക് നാളെ വിശദമായി ഓടിക്കാൻ കിട്ടും. കാരണം രാവിലെ 6:45 തൊട്ട് ഉച്ചയ്ക്ക് 1:30 വരെ നമ്മുടെ വണ്ടി ഉണ്ടാവും. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഒന്നും വരുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന ടിഗുവാൻ R-Line എന്ന് പറയുന്നത് CBU ആയിരുന്നു. അത് പൂർണ്ണമായിട്ട് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇതങ്ങനല്ല, CKD ആണ്. അതായത് സെമി നോക്ക് ഡൗൺ യൂണിറ്റാണ് ഇവിടെ കൊണ്ടുവന്നിട്ട്, കിറ്റാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് സംയോജിപ്പിച്ച് അസംബിൾ ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താ പറയുക, വില കുറച്ച് വിൽക്കാൻ പറ്റുമെന്നാണ്. കുറച്ച് വില കുറച്ചെന്ന് വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കരുത്. 45 to 50 ലക്ഷം രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീരെ കുറവാണെന്ന് വിചാരിക്കരുത്. എന്തായാലും ഏകദേശം ആ ഒരു വിലയ്ക്ക് കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും വിശദമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് 4-ാം തീയതി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോയി ഒരു ചായ കുടിച്ച് വിശ്രമിക്കട്ടെ. ഓക്കെ, ബൈ.